പെണ്ണും പൊറാട്ടും. A gem of a movie directed by a gem of a director, written by a gem of a script writer. That is പെണ്ണും പൊറാട്ടും. തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആൾക്കാരെ മോബ് എങ്ങനെ ഡീൽ ചെയ്യുന്നു, മോബിൻ്റെ പണിഷ്മെൻ്റ് എത്ര ക്രൂവലാണ് എന്നിതിലും വൃത്തിയായിട്ട് കാണിക്കാനുള്ള ഒരു രീതിയിൽ ദ വിഷ്വൽസ്, ദ സിനിമറ്റോഗ്രഫി, ദ സൗണ്ട് എഫക്ട്സ്, ദ BGM, ദ ഡിറക്ഷൻ, ദ സ്ക്രിപ്റ്റ്, എവറിഥിങ് ഈസ് ജസ്റ്റ് ടോപ്പ് നോച്ച്. നിൽക്കാൻ പറ്റാത്തടത്തുനിന്ന് ഓടിപ്പോകാനല്ലേ ഈ ലോകം ഇത്ര വലുതായിരിക്കണേ. ബ്രോ, ദ ഡയലോഗ്സ്, അത് എഴുതിയ മനുഷ്യനെ എനിക്കൊന്ന് കാണണം. യെസ്, ടോക്കിംഗ് അബൌട്ട് ദാറ്റ് സ്ക്രിപ്റ്റ് റിട്ടൺ ബൈ രവിശങ്കർ, directed by Rajesh Madhavan. ഈ ഒരു കോമ്പിനേഷൻ ഐ റിയലി വോണ്ട് ടു സീ ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ് അഗൈൻ. ബിക്കോസ് അവരെ രണ്ടുപേരും ഒരു ക്ലിയർ വിഷ്വലൈസേഷൻ ഉണ്ടായിരുന്നു. ദേ ന്യൂ വാട്ട് ടു ഡു. ആ മൂവി അല്ലെങ്കിൽ ആ ഐഡിയ, ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വൃത്തിക്കുള്ള ഐഡിയ ദേ ഹാഡ് ഇറ്റ്. ദാറ്റ് ഈസ് ദ സക്സസ് ഓഫ് പെണ്ണും പൊറാട്ടും. കമ്മിങ് ടു കാസ്റ്റിംഗ്, ഇതൊരു ഹീറോയിൻ്റെയോ ഹീറോയുടെ പടമല്ല. ഇതിൽ ഓരോ ക്യാരക്ടറിനും, ഒരു കൊച്ചു കുട്ടിയുടെ ക്യാരക്ടറിന് പോലും അതിൻ്റേതായ ഒരു സ്റ്റോറി പറയാനുണ്ട്, അതിൻ്റേതായ ഒരു സ്പേസ് ഉണ്ട് ആ മൂവിക്കകത്ത്. അതുണ്ടാക്കിയെടുത്ത സ്ക്രിപ്റ്റും ഡിറക്ഷനുമാണ്. ഇതിൻ്റെ കാസ്റ്റിംഗ് ഫുള്ള് ന്യൂ കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ അഭിനയം കാണുമ്പം അത്ഭുതം തോന്നും. കാരണം ഇതിൽ ഓരോരുത്തരും ദേ ആർ ലിവിങ്, ദേ ആർ നോട്ട് അറ്റ് ഓൾ ആക്ടിങ്, ദേ ആർ ലിറ്ററലി ലിവിങ് ദ ക്യാരക്ടർ. ഇതിൻ്റെ ജോണർ ഒരു ഫാൻറ്റസിയാണ്. പട്ടട എന്ന സ്ഥലത്ത് നടക്കുന്ന കുറച്ചധികം കഥകൾ ഒരു കഥയിൽ നിന്നും മറ്റൊരു കഥയിലേക്ക് ഏത് സ്പീഡിലാണ് ഏത് വഴി കൂടെ പോകുന്നതെന്നുള്ളത് കാണുന്ന പ്രേക്ഷകർക്ക് പോലും മനസ്സിലാവില്ല. അത്രയ്ക്ക് സ്മൂത്ത്നെസ്സോടെയാണ് അതിൽ നടക്കുന്ന കഥകളിൽ ട്രാൻസിഷൻസ് നടക്കുന്നത്. പട്ടട എന്ന സ്ഥലത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് ആ സിനിമയുടെ വൈരുദ്ധ്യം. അതായത് ഒരു സ്ഥലത്തിന് പട്ടട എന്ന പേര് നമ്മൾ കൊടുക്കില്ല. പട്ടട എന്ന് പറയുന്നത് മരിച്ചിട്ട് പട്ടടയെ കടത്തുക എന്ന് പറയും. പക്ഷെ ആ പേര് അവിടെ ചൂസ് ചെയ്യുന്നതിൽ തന്നെയുണ്ട് ആ സിനിമ എത്രത്തോളം ഡിഫറെൻ്റ് ആണ്, സിനിമയുടെ കോൺസെപ്റ്റ് എത്രത്തോളം ഡിഫറെൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പ വഴി. ഇതിപ്പോൾ ഫാമിലി ആയിട്ട് കാണാൻ പോകേണ്ട പടമാണോ, ഫ്രണ്ട്സായിട്ട് കാണാൻ പോകേണ്ട പടമാണോ, ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ പോകേണ്ട പടമാണോ, എല്ലാവരും പോയി കാണുക. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും കൊണ്ടുപോയി കാണുക. അത്രേ ഉള്ളൂ. അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷനോടെയാണ് ഞാനിവിടെ ഇരുന്ന് ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. നിങ്ങൾ പോയി സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ നിങ്ങളിവിടെ കോമെൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ബൈ.